Hi students, in today's session we are going to deal with our new unit solar energy. This video is prepared perfectly in a way it is needed for you to write your exams. പരീക്ഷയ്ക്ക് എങ്ങനെയാണോ വേണ്ടത് അതേ രീതിയിലാണ് ഇതിലെ നോട്ടും ഈ വീഡിയോയും സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, so we'll begin. What is solar energy? Solar energy is the radiant heat and light coming from the sun. സൂര്യനിൽ നിന്ന് വരുന്ന ചൂടിനെയും വെളിച്ചത്തെയും നമ്മൾ സോളാർ എനർജി എന്ന് വിളിക്കുന്നു. And it can be various techniques like solar heating, photovoltaic systems, artificial photosynthesis, etc. ഈ സോളാർ എനർജിയെ നമുക്ക് പല രീതിയിൽ ടാപ്പ് ചെയ്യാം അല്ലെങ്കിൽ ക്യാപ്ചർ ചെയ്യാം, പിടിച്ചു വയ്ക്കാം. എങ്ങനെയെല്ലാം നമുക്കിതിനെ ഉപയോഗിക്കാം? ഇതിൻ്റെ സോളാർ ഹീറ്റിംഗ് വഴി വെള്ളം ചൂടാക്കിക്കൊണ്ടോ എയർ ചൂടാക്കിക്കൊണ്ടോ ആ സോളാർ എനർജിയെ നമുക്ക് ക്യാപ്ചർ ചെയ്യാം. അതേപോലെ തന്നെ സോളാർ എനർജിയെ സോളാർ സെൽ വഴി ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റി നമുക്ക് ഈ സോളാർ എനർജിയെ ക്യാപ്ചർ ചെയ്യാം. ആർട്ടിഫിഷ്യൽ ഫോട്ടോസിന്തസിസ് വഴി, ഐ തിങ്ക് ഓൾ ഓഫ് യു ആർ ഫെമിലിയർ വിത്ത് വാട്ട് ഈസ് ഫോട്ടോസിന്തസിസ്. It is the process by which plants prepare their food using sunlight. That is, sunlight is converted into chemical energy. In the same manner, by processes involving artificial photosynthesis, you can convert solar energy into chemical energy. അങ്ങനെ വ്യത്യസ്ത ടെക്നിക്കുകൾ വഴി നമുക്ക് സോളാർ എനർജിയെ പിടിച്ചു വയ്ക്കാനോ ക്യാപ്ചർ ചെയ്യാനോ സാധിക്കും. യു ക്യാൻ ടാപ്പ് ഓർ ഹാർനസ് ദി സോളാർ എനർജി. Now, depending on the technique used for solar energy capture, solar energy ക്യാപ്ചർ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന വഴി അനുസരിച്ച് അല്ലെങ്കിൽ ടെക്നിക്ക് അനുസരിച്ച്, രീതി അനുസരിച്ച് സോളാർ എനർജി ക്യാപ്ചറിങ് ടെക്നിക്സ് ആർ ഡിവൈഡഡ് ഇൻ ടു ടു. എനർജിയെ ക്യാപ്ചർ ചെയ്യുന്ന ടെക്നിക്കിനെ നമുക്ക് രണ്ടായി തരംതിരിക്കാം. വൺ ഈസ് ആക്റ്റീവ് സോളാർ technique and the other is passive solar technique. It is actually solar energy capturing technique. Active solar technique എന്ന് പറഞ്ഞാൽ it involves the use of photovoltaic systems, solar water heating etc. to harness energy. Photovoltaic system എന്ന് പറഞ്ഞാൽ system which converts photo light into voltaic, something related to electricity. അപ്പോൾ സോളാർ സെൽസ്, അതിനെയാണ് ഫോട്ടോവോൾട്ടൈക് സിസ്റ്റം എന്ന് പറയുന്നത്. സോ ആക്റ്റീവ് സോളാർ ടെക്നിക്ക് ഇൻവോൾവ്സ് ദ യൂസ് ഓഫ് സോളാർ സെല്ലുകൾ ഉപയോഗിച്ച് എനർജീനെ ടാപ്പ് ചെയ്യുന്നു. സോളാർ വാട്ടർ ഹീറ്റിംഗ് ഉപയോഗിച്ച്, സോളാർ എനർജിയെ വെള്ളം ചൂടാക്കാൻ ഉപയോഗിച്ച് ആ ചൂട്, അതായത് സോളാർ എനർജിയെ നമ്മൾ ചൂടാക്കി മാറ്റി സോളാർ എനർജിയെ ടാപ്പ് ചെയ്യുന്നു. ഇത്തരം രീതികളിലൂടെ സോളാർ എനർജിയെ ക്യാപ്ചർ ചെയ്യുന്നതിനെ ആക്റ്റീവ് സോളാർ ടെക്നിക്സ് എന്ന് പറയുന്നു. പാസീവ് സോളാർ ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇൻവോൾവ്സ് ദി ഓറിയൻറ്റിംഗ് ഓഫ് എ ബിൽഡിംഗ് ടു ദി സൺ ആൻഡ് ഡിസൈനിങ് സ്പേസസ് ദാറ്റ് നാച്ചുറലി സർക്കുലേറ്റ് എയർ. അതായത് ഒരു ബിൽഡിങ്ങിനെ സണ്ണിനെ ഫേസ് ചെയ്യുന്ന രീതിയിൽ ഓറിയൻറ്റ് ചെയ്യുക, പിന്നെ എയർ സർക്കുലേറ്റ് ചെയ്യാൻ അനുവദിക്കുന്ന രീതിയിൽ സ്പേസുകൾ ഉണ്ടാക്കുക. ഈ രീതിയിലെല്ലാം സോളാർ എനർജിയെ നമ്മൾ ക്യാപ്ചർ ചെയ്യാൻ അനുവദിച്ചാൽ അതിന് പാസീവ് സോളാർ ടെക്നിക്ക് എന്ന് പറയുന്നു. അതായത് ഒരു ബിൽഡിങ്ങിനെ സോളാർ എനർജിയുടെ ദിശയിലേക്ക് ഓറിയൻറ്റ് ചെയ്തുകൊണ്ട് സോളാർ എനർജി റിസീവ് ചെയ്യുക, ക്യാപ്ചർ ചെയ്യുക. പിന്നെ ഒരു സ്പേസിൽ നാച്ചുറലി എയർ സർക്കുലേറ്റ് ചെയ്യാൻ അനുവദിച്ചുകൊണ്ട്, നിങ്ങൾ വിൻഡ് എനർജി പഠിച്ചവരാണ്, നിങ്ങൾക്കറിയാം എന്താണ് വിൻഡിൻ്റെ ബേസിക് റീസൺ. അൺഈക്വൽ ഹീറ്റിംഗ് ഓഫ് ദി എർത്ത്സ് എയർ ബൈ ദി സണ്ണിൻ്റെ എനർജി കാരണമാണ് വായുചലനങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ നാച്ചുറലി എയറിനെ സർക്കുലേറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള സ്പേസുകൾ ഡിസൈൻ ചെയ്താൽ അവിടെ എയർ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ സോളാർ എനർജി ഉപയോഗിക്കപ്പെടുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ആക്റ്റീവ് സോളാർ ടെക്നിക്കിൽ നമ്മൾ നേരിട്ട് സോളാർ എനർജിയെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് സം കൈൻഡ് ഓഫ് ഡയറക്റ്റ് സോളാർ എനർജി ക്യാപ്ചറിങ്. ഇൻ പാസീവ് സോളാർ ടെക്നിക്സ് യു ഇൻഡയറക്ട്ലി ടാപ്പ് ദി സോളാർ എനർജി ബൈ സം ഇൻഡയറക്റ്റ് മെത്തേഡ്സ്. Okay, next we come to the subtopic energy from the sun. Now the earth receives about 1,74,000 terawatts of energy
is reaching the Earth's upper atmosphere from the sun. എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിൻ്റെ ഉപരിതലത്തിൽ 1,74,000 terawatts of energy is reaching the Earth's atmosphere's upper surface. ഇതിൽ 30% റിഫ്ലക്റ്റ് ചെയ്യപ്പെടുകയും ബാക്കി ക്ലൗഡ്സും ലാൻഡ് മാസും ഓഷ്യൻസും എല്ലാം അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ടോട്ടൽ ഇൻസിഡൻറ്റ് എനർജിയുടെ 30% ഗെറ്റ്സ് റിഫ്ലക്റ്റഡ് ആൻഡ് ദി റിമൈനിങ് ഈസ് അബ്സോർബ്ഡ് ബൈ ദി ക്ലൗഡ്സ് ആൻഡ് ദി ഓഷ്യൻസ് ആൻഡ് ദി ലാൻഡ് മാസസ്. Next, we discuss about the merits of solar energy. Like any other renewable source of energy, solar energy is also renewable, inexhaustible, pollution-free, and it's the most abundant form of energy. Its demerits involved, so you have to learn the merits of solar energy and what are its demerits. Demerits എന്താ വെച്ചാൽ solar energy depends on the geography, it depends on time variation, it depends on cloud cover, and it requires large amounts of energy to large amounts of land to tap solar energy. ഇങ്ങനെ 4 ഡീമെറിറ്റ്സ് ആണ് പറയുന്നത്. ഒന്നെന്താ വെച്ചാൽ ജോഗ്രഫി അനുസരിച്ച്, നമ്മുടെ ലൊക്കേഷൻ അനുസരിച്ച് സോളാർ എനർജിയുടെ എമൗണ്ട് വേരി ചെയ്യുന്നു. നിയർ ദി ഇക്വേറ്റർ യു ഗെറ്റ് ലാർജ് എമൗണ്ട്സ് ഓഫ് സോളാർ റേഡിയേഷൻ, വെയർസ് ടുവേർഡ്സ് ദി പോൾസ് യു ഗെറ്റ് ലെസ്സർ എമൗണ്ട് ഓഫ് സോളാർ റേഡിയേഷൻ. നെക്സ്റ്റ്, ഇറ്റ് ഈസ് അഫക്റ്റഡ് ബൈ ടൈം വേരിയേഷൻ. സമയ വ്യതിയാനങ്ങൾ സോളാർ എനർജിയെ ബാധിക്കുന്നു. അതായത് ഡ്യൂറിങ് ദി ഡേ ടൈം യു ഗെറ്റ് ലാർജ് എമൗണ്ട്സ് ഓഫ് സോളാർ റേഡിയേഷൻ അൺലൈക്ക് ദി നൈറ്റ്. ക്ലൗഡ് കവർ also affects the amount of solar energy. It is less on cloudy days and more on sunny days. പിന്നെ സോളാർ എനർജിയെ ക്യാപ്ചർ ചെയ്യണമെങ്കിൽ നമുക്ക് ഒരുപാട് അധികം ലാൻഡ് ഏരിയ ആവശ്യമാണ്. നമുക്ക് ആവശ്യമുള്ള അത്ര സോളാർ എനർജി, അത്രത്തോളം ഇൻറ്റൻസിറ്റിയിൽ സോളാർ എനർജിയെ നമുക്ക് ടാപ്പ് ചെയ്യാൻ കഴിയണമെങ്കിൽ യു റിക്വയർ ലാർജ് എമൗണ്ട്സ് ഓഫ് ലാൻഡ്. So these are the merits and demerits of solar energy. Next we come to the applications of solar energy. Solar energy applications, it is divided into 2 parts. One is direct thermal applications, അതായത് ചൂട് കൊണ്ട് നമ്മൾ നടത്തുന്ന ആപ്ലിക്കേഷൻസ്. രണ്ടാമത്തത് ഡയറക്റ്റ് ഇലക്ട്രിക്കൽ ആപ്ലിക്കേഷൻസ്, അതായത് സോളാർ എനർജിയെ ഇലക്ട്രിസിറ്റി ആയി കൺവേർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാവുന്ന ആപ്ലിക്കേഷൻസ്. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് തെർമൽ ആപ്ലിക്കേഷൻസ് ഇൻക്ലൂഡ് സോളാർ വാട്ടർ ഹീറ്റിംഗ്, സണ്ണിൻ്റെ എനർജി ഉപയോഗിച്ച് നമ്മൾ വെള്ളം ചൂടാക്കുന്നത് സോളാർ വാട്ടർ ഹീറ്റിംഗ്. അത് നമ്മുടെ വീടുകളിലൊക്കെ കാണാറുള്ളതാണ് പലയിടങ്ങളിലും. സോളാർ സ്പേസ് ഹീറ്റിംഗ്, തണുപ്പുള്ള രാജ്യങ്ങളിൽ റൂമിൻ്റെ ഉള്ളിലത്തെ വായുവിനെ എല്ലാം ചൂടാക്കാൻ നമുക്ക് സോളാർ എനർജി ഉപയോഗിക്കാം. സോളാർ ഡിസ്റ്റിലേഷൻ, സോൾട്ട് വാട്ടറിനെ പ്യുവർ വാട്ടറാക്കി മാറ്റാൻ, ഡിസ്റ്റിൽ ചെയ്ത് പ്യുവർ വാട്ടർ ആക്കി മാറ്റാൻ സോളാർ ഡിസ്റ്റിലേഷൻ ഉപയോഗിക്കാം. സോളാർ കുക്കിംഗ്, പാകം സോളാർ എനർജി നമുക്ക് ഉപയോഗിക്കാം. പിന്നെ സോളാർ ഗ്രീൻ ഹൗസ്, ചെടികളെയെല്ലാം അതിന് വേണ്ട ടെമ്പറേച്ചറിൽ വളർത്തിയെടുക്കാൻ, പ്രത്യേകിച്ച് തണുപ്പുള്ള രാജ്യങ്ങളിൽ വി ക്യാൻ യൂസ് വാട്ട് ആർ കോൾഡ് ഗ്രീൻ ഹൗസസ്, ആൻഡ് ഗ്രീൻ ഹൗസസ് ഇൻ വിച്ച് ദി ടെമ്പറേച്ചർ ഇസ് യൂസിങ് സോളാർ എനർജി. അത്തരം ഗ്രീൻ ഹൗസുകളെ നമുക്ക് സോളാർ ഗ്രീൻ ഹൗസ് എന്ന് പറയുന്നു. സോ സോളാർ ഗ്രീൻ ഹൗസ് ഇസ് എൻ ആപ്ലിക്കേഷൻ. പിന്നെ സോളാർ എനർജി ക്യാൻ ബി യൂസ് ഫോർ ദി പ്രൊഡക്ഷൻ ഓഫ് ഹൈഡ്രജനെ ഉണ്ടാക്കാൻ സോളാർ എനർജി നമുക്ക് ഉപയോഗിക്കാം. സോളാർ ഫർണസസ്, മെറ്റലർജിക്കൽ ഓപ്പറേഷൻസ് ചെയ്യാൻ നമുക്ക് ഹൈ എനർജി, ഹൈ ടെമ്പറേച്ചറുള്ള ഫർണസുകൾ ആവശ്യമാണ്. അത്തരം ഫർണസുകളെയും നമുക്ക് സോളാർ എനർജി ഉപയോഗിച്ച് ഉണ്ടാക്കാം. These are some of the direct thermal applications of solar energy. Then solar electric applications, that is solar cell. As you all know, solar panels or solar cells which convert solar energy to chemical energy is an application, electrical application of solar energy. Pinne wind energy, ocean thermal energy, energy from biomass are all different forms of solar energy. ഇതെല്ലാം ഇവരുടെ എല്ലാം ആപ്ലിക്കേഷൻസ് സോളാർ എനർജിയുടെ ആപ്ലിക്കേഷനായി പറയാവുന്നതാണ്. കാരണം the source of all these different kinds of energies, the primary source is actually sunlight or solar energy. So I hope
This much is clear to all of you. We learnt about the merits, demerits and applications of solar energy. Next we are going to learn something new, that is solar constant. What is solar constant? It is the rate at which solar energy arrives at the top of the atmosphere. നമ്മുടെ അറ്റ്മോസ്ഫിയറിൻ്റെ മുകൾ വശത്ത് എനർജി എത്തുന്ന ഇതിൻ്റെ റേറ്റിനെ സോളാർ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നു. റേറ്റ് എന്ന് പറഞ്ഞാൽ മറ്റൊരു ഡെഫിനിഷൻ കൂടി സോളാർ എനർജിക്ക് ഉണ്ട്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി എമൗണ്ട് ഓഫ് എനർജി റിസീവ്ഡ് പെർ യൂണിറ്റ് ടൈം പെർ യൂണിറ്റ് ഏരിയ പെർപെൻഡിക്കുലർ ടു ദി സൺസ് ഡയറക്ഷൻ. അതായത് സൂര്യനിൽ നിന്നും നമ്മൾ അറ്റ്മോസ്ഫിയറിൻ്റെ ഉപരിതലം വരെ ഒരു വര വരച്ചാൽ അതിന് പെർപെൻഡിക്കുലറായ ഒരു ഏരിയ കണക്കാക്കി അവിടെ റിസീവ് ചെയ്യപ്പെടുന്ന എമൗണ്ട് ഓഫ് എനർജി പെർ യൂണിറ്റ് ടൈം പെർ യൂണിറ്റ് ഏരിയ perpendicular to the sun's direction at the mean distance of the earth from the sun is called solar constant. So this is the definition of solar constant. ഈ സോളാർ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്ന വാല്യൂ അത് വേരി ചെയ്തുകൊണ്ടിരിക്കും, മാറിക്കൊണ്ടേയിരിക്കും സണ്ണിൻ്റെ ആക്ടിവിറ്റി മാറുന്നതനുസരിച്ച്. അപ്പം നമ്മൾ പൊതുവേ സോളാർ കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞു കൊടുക്കാറ് ഇറ്റ് ഈസ് എൻ ആവറേജ് വാല്യൂ ഓഫ് ദി എമൗണ്ട് ഓഫ് എനർജി റിസീവ്ഡ് പെർ യൂണിറ്റ് ടൈം ഓൺ യൂണിറ്റ് ഏരിയ പെർപെൻഡിക്കുലർ ടു ദി സൺസ് ഡയറക്ഷൻ, ഓർ ഇറ്റ് ഈസ് ഗിവൺ ആസ് IS is equal 1.353 കിലോവാട്ട് പെർ മീറ്റർ. ഇതാണ് സോളാർ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ. സോ സോളാർ കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ ദ റേറ്റ് അറ്റ് വിച്ച് സോളാർ എനർജി അറൈവ്സ് അറ്റ് ദി ടോപ്പ് ഓഫ് ദി അറ്റ്മോസ്ഫിയർ. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ISC. Okay, it is also defined as the amount of energy received per unit time on unit area perpendicular to the sun's direction at a mean distance of the earth from the sun. Its value varies as sun's activity varies, and its average value is given as ISC is equal to 1.353 kilowatt per meter square. I hope these portions are clear to all of you. So please listen to the video carefully and contact me if you have any doubts. Thank you.